നമുക്ക് ഈ അപ്പൂപ്പനെ നമ്മുടെ വീട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിക്ക് നമ്മുടെ പുതിയ ഒരു ട്രാക്ക് എനിക്ക് കുഴപ്പമില്ല. ഇനി ചോപ്പിനെ അതിനകത്ത് കയറ്റണം. ഗൈസ്, നാട്ടിൽ ആന ഇറങ്ങിയ അതെൻ്റെ വീട്ടിൽ തന്നെ. അയ്യോ, ഇത് ഇയാളുടെ പെറ്റായിരുന്ന ഓടാനെ. ഈ ആന ഇയാൾ നമ്മുടെ വീട് ഇയാൾ സൂ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചോപ്പിനെ കിട്ടുന്നുണ്ട്. ഫാങ്ക്ലിൻ ചോപ്പെ വിളിക്കാതെ ഷിൻജാനെ നമ്മൾ വീട്ടിലാക്കിയിട്ടുണ്ട്. ഏടാ ആന നമ്മൾ തോൽക്കുന്നു എനിക്ക് തോന്നുന്നു. അയ്യോ ആനെ, എവിടെ ആന സീനാണ് കേട്ടോ. ഞാൻ പണ്ടാരാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമുക്ക് പോകാം. പോയി അയ്യോ ഞാൻ തരുന്നേ പോയി സൂക്ഷിച്ചും കൊണ്ടൊക്കെ ഓടിക്ക്. ചോപ്പെ കഴിഞ്ഞ പ്രാവശ്യം നീ ചാടിപ്പോയതിന് ഓർമ്മയുണ്ടോ? അതേ ഓർമ്മയുണ്ട് പെങ്ങളുമ്പോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചോടിക്കുക. എടാ, ഞാൻ എൻ്റെ സ്വഭാവം പോലെടാ സ്റ്റണ്ട് ഓടിക്കുന്നത്. അത് നിങ്ങളുടെ സ്വഭാവമാണ്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും ഓടിക്കരുത്. അത് ഞാനൊരു സാധാരണ പട്ടിയാണ്. ഞാനൊരു സാധാരണ ജർമ്മൻ ഷെപ്പേർഡാണ് സർ. പോയി എൻ്റെ ഷോട്ട്. ചോപ്പ് എന്നെ പേടിപ്പിക്കുന്നതാ. നിനക്ക് വിഷമമുണ്ടോ ചോപ്പെ വീട് മാറുന്നതിന്? പിന്നെ വിഷമമില്ലാതെ നമ്മുടെ പണ്ടത്തെ വീടല്ലേ ഫാങ്ക്ലിൻ ബോയ്. അയ്യോ ചോപ്പൻ ബോയ്, ചാടിയാ നീ വീണ്ടും. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ചാടരുന്നത്. അയ്യോ നിന്റെ തല. ഓ, ഭാഗ്യത്തിനാണ് നിന്നെ ജീവനോട് തിരിച്ചു കിട്ടിയത്. അവിടെ മര്യാദക്കാണോ കേരള ഫാങ്ക്ലിൻ ബോയ്. നിന്നെ കയറ്റിയിട്ടുണ്ട്. ചോപ്പെ ഇത്തവണ ഇങ്ങനെ അലമ്പ് കാണിച്ചാൽ മൂത്ത് നോക്കാൻ പോയതായിരുന്നു. നിനക്ക് പറഞ്ഞില്ലെങ്കിൽ നിർത്തുമായിരുന്നില്ലേ. സോറി ഫാങ്ക്ലിൻ ബോയ്, ഇനി ചാടൂല. അതെന്താ നിന്നെപ്പോലത്തെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് മരിച്ചു കിടക്കണത്? അതെനിക്കറിയില്ല ഫാങ്ക്ലിൻ ബോയ്. അല്ല, നിങ്ങൾ വണ്ടി ഇടിച്ചോടെ ഒന്നായിരിക്കും. പാവൻ ജർമ്മൻ ഷെപ്പേർഡ്. നീയും എന്തായാലും ഒരു ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ? പണ്ട് കാലം നിൻ്റെ ഏകദേശം ഒരു കൂട്ടുകാരുണ്ട്. അയ്യോ ഇവിടെ സൂക്ഷിച്ച് ഞാൻ ഓടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നീ ഇങ്ങനെ നിനക്ക് ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി കൂടുതലാട്ടാ. കൂടുതലെല്ലാം കുറവാണ്. ഞാൻ ഏകദേശം ഞാൻ നോക്കി അതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ട് കണ്ണാടിയിലൊക്കെ നിന്നെ നോക്കിയാണ് ഞാൻ പോകണത്. ബാക്കിലേക്ക് വെച്ചാൽ കാണാൻ എന്തൊരു രസമാണ്. ബാക്കിലേക്ക് വെച്ചാൽ കാണാൻ എന്തൊരു രസമാണ്. ബാക്കിലേക്ക് വെച്ചാൽ കാണാൻ എന്തൊരു രസമാണ്. അവനോട് ബാക്കിലെ കാഴ്ച അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് പോകാം. ചോപ്പ് ഏറ്റവും പറയുന്നു പോയി നിൽക്കാൻ. ചാടിരുന്നാൽ മതിയായിരുന്നു. വീട് ഏകദേശം അതേ എത്തിയിട്ടുണ്ട് വീട്. അയ്യോ ചോപ്പേ പിടിച്ചിരുന്നോ? ഓക്കെ ഫാങ്ക്ലിൻ ബോയ്, ഞാൻ പിടിച്ചിരുന്നിട്ടുണ്ട്. ഓക്കെ എൻ്റെ ഞാൻ ഇങ്ങീ ട്രാക്ടറൊക്കെ ഓടിച്ചെടുത്തോ നാളായി. ഓക്കെ ഓക്കേടാ, ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബ്ലാക്ക് ക്യാബ്. നമ്മൾ എക്സ്ചേഞ്ചും മാത്രമല്ല നമ്മൾ ഇവിടെ. ഓക്കേടാ ചോപ്പ ചെയ്തത്. നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ എടോ ഫാങ്ക്ലിൻ ബോയ്, നിങ്ങളൊന്നും എനിക്ക് നിൻ്റെ മഴയൊക്കെ നീ ഓടിയില്ലെങ്കിൽ ഞാൻ നിന്നെ ഓടിപ്പിക്കും. എനിക്ക് ഓടാൻ വയ്യോ. നിങ്ങളെന്താ എന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നേ? നല്ല സൂപ്പർ വീട്. ചോപ്പ് എവിടെ പോയി? എടാ ചോപ്പ എവിടെയാടാ നീ? ഫാങ്ക്ലിൻ ബോയ്, ഞാൻ ഇവിടെയുണ്ട്. നോക്ക് മോളിൽ കയറി ആ സമയം കൊണ്ട്. നല്ല പുത്തൻ പുതിയ ബൈക്ക്. അടിയിൽ നിന്ന് കാണുന്ന ശബ്ദം പോലെ എന്താ പോയി നോക്കാം. ഏകദേശം ഇതൊരു ഗോൾഡൻ ലംബോർഗിനി അല്ലേ? സീൻ ലംബോർഗിനി. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഷിൻജാൻ എവിടെയെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ഷിൻജാൻ വീട്ടിനകത്തുള്ള ഞാൻ ഇപ്പം കാണിച്ചു ഷിൻജാനെ.
ഓക്കെടാ ഷിൻജാനെ, ഞാൻ വീട്ടിൽ കൊണ്ട് ഞാൻ ഷിൻജാനെ വിട്ടായിരുന്നു. ഓക്കെടാ ഷിൻജാൻ്റെ വന്ന്. ഷിൻജാനെ ഈ റൂമൊക്കെ നീ പഠിച്ചായിരുന്നു. ഈ റൂമൊക്കെ എവിടെയുള്ളതെന്ന് ഞാൻ ഈ സ്ഥലമൊന്നും ഈ വീടൊന്നും ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ ഫ്രാങ്ക്ലിൻ ബോയ് നോക്കി അവിടെയുള്ള ഫ്രാങ്ക്ലിൻ ബോയ് ആ വഴി കൂടെ പോയി. ആടാതെ ഓ സൂപ്പർ ഗുഡ്. ഇവിടെ ടി വി ഇവിടെയാണല്ലേ. നമുക്ക് മുകളിൽ അവിടെ താഴെ ഒരു ടി വി വെച്ചു. ഇവിടെ അണ്ടർ പോയാൽ നമുക്ക് ഈ വഴി എത്താം. ചോപ്പേ വേറെ പോയി ഞാൻ ഇവിടെ കയറി. ഓക്കെടാ. അയ്യോ ശുഭകരമല്ല. അയ്യോ ശുഭകരമല്ലേ. എൻ്റെ മരണം ഇവിടെയായിരിക്കും മിക്കത്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതരാട്ടോ. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റിൽ പിഞ്ചാൻ ഇടുക.